എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നാട്ടിൽ നിന്നും എങ്ങനെ EBC എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്ര ചെയ്യാം എന്നതിനെപ്പറ്റി ചെറിയൊരു വീഡിയോ ആണിത്. നമ്മൾ ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡു എത്തുക. കാഠ്മണ്ഡുവിൽ നിന്ന് നമ്മുടെ അത്യാവശ്യമുള്ള പർച്ചേസിംഗ് എല്ലാം ചെയ്തതിന് ശേഷം കാഠ്മണ്ഡുവിൽ നിന്ന് നെക്സ്റ്റ് ഡേ അവിടുന്ന് ലുക്ല എന്നൊരു എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ലുക്ല എയർപോർട്ട് ഏതാണ്ട് 2800 മീറ്റർ ആൾട്ടിറ്റ്യൂഡാണ്, അതായത് 9200 ഫീറ്റ് ഹൈറ്റിലാണത്. അത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു എയർപോർട്ടാണ് ലുക്ല എയർപോർട്ട്. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഏതാണ്ട് മാർച്ച് 16 തീയതിയാണിത്. -3 ആണ്. രാവിലെ 7:30 സമയം. ഈ സമയത്ത് നമ്മൾ ലുക്ല എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. 14 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ചെറിയ ഫ്ലൈറ്റുകളിലാണ് ഇങ്ങോട്ടുള്ള യാത്ര നമ്മളുടെ. ഇന്നത്തെ നമ്മുടെ ടാർഗറ്റാണ് ലുക്ലയിൽ നിന്ന് പക്ഡിങ് എന്നൊരു സ്ഥലമാണത്. അത് ഏതാണ്ട് ഒരു 8 കിലോമീറ്ററേ ഉള്ളൂ. 8 കിലോമീറ്റർ നമ്മൾ ഓക്സിജൻ ഡിഫിഷ്യൻസിയുടെ ബുദ്ധിമുട്ട് തുടക്കം മുതലേ നമുക്കത് ഫീൽ ചെയ്യും. വലിയ രീതിയിലാവില്ല. എന്നാൽ തന്നെയും നമ്മളൊരു 4 to 6 hours നമ്മൾ നടന്നാൽ ഏകദേശം നമുക്ക് പക്ഡിങ് എന്നൊരു ഗ്രാമത്തിലെത്താം. പക്ഡിയിൽ അന്ന് നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നു. വളരെ നല്ലൊരു കാലാവസ്ഥ, സുഖമായൊരു യാത്ര, പിന്നെ യാത്രാക്ഷീണം ഇതെല്ലാം മാറ്റിയതിന് ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ഏതാണ്ട് ഒരു 10-12 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്താലേ നംചേ ബജാർ എന്നൊരു സ്ഥലത്തെത്താൻ പറ്റുള്ളൂ. ഇതാണ് ഹിലാരി ബ്രിഡ്ജ് എന്ന് പറയപ്പെടുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണിത്. ഇതിന് തൊട്ട് താഴെ മറ്റൊരു ബ്രിഡ്ജ് കൂടെ ഉണ്ട്. ഹിലാരി ആദ്യമായി പണിതൊരു ബ്രിഡ്ജ്. അതിന് ശേഷമാണ് ഈ ഒരു ബ്രിഡ്ജ് നേപ്പാൾ ഗവൺമെൻറ് യാത്രക്കാർക്കായിട്ട് തുറന്നു കൊടുത്തത്. നാംചേ ബജാറിൻ്റെ ആൾട്ടിറ്റ്യൂഡ് 3440 മീറ്റർ, അതായത് 12,000 ഫീറ്റ് ഹൈറ്റിലാണ് നാംചേ ബജാർ വരുന്നത്. നാംചേ ബജാർ വരുമ്പോഴും കാലാവസ്ഥ ഏതാണ്ട് ഒരു -3 നിന്ന് -5 എത്തിച്ചേരും. വളരെ നല്ലൊരു കാലാവസ്ഥയാണ് അവിടെ. വലിയ കുഴപ്പം ഒന്നുമില്ല. ആഹാരത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം. സ്പെഷ്യലി നമ്മൾ സൂപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ തണുപ്പുള്ള കാലാവസ്ഥയിൽ നമ്മൾ പൊതുവെ കഴിക്കുന്നത്. അടുത്തത് നമുക്ക് പോർട്ട് സൈൽ അന്ന് സ്റ്റേ ആണ്. പോർട്ട് സൈൽ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു സ്ഥലമാണ് നമുക്ക് ദിങ്പോച്ചെ എന്നൊരു പ്ലേസിലെത്തണം നമ്മൾ. ദിങ്പോച്ചെ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 14,500 അടി ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്നതാണ്. 4,440 മീറ്ററാണ് അതിൻ്റെ ഉയരം. അപ്പോൾ വീണ്ടും ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ്. ഇവിടെ ദിങ്പോച്ചിൽ എത്തുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു -7 വരും, 6-7 വരുന്നുണ്ട്. അന്ന് നമുക്ക് അക്ലിമേറ്റൈസേഷൻ ഡേ ആണ്. കാരണം നമ്മൾ കാലാവസ്ഥയായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ വേണ്ടി ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യും. ആ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 4-5 കിലോമീറ്റർ ഒരു മല കയറി നമുക്ക് ഇറങ്ങണം. കാരണം ബോഡി അതുമായിട്ട് സ്യൂട്ടാകുക എന്നാണ് അവരുദ്ദേശിക്കുന്നതിന്. അത് അന്ന് നമ്മൾ രാവിലെ 7 മണിക്ക് തിരിച്ചാൽ ഒരു 12-1 മണിയോടുകൂടി നമുക്ക് അവിടെ തിരിച്ചെത്താൻ പറ്റും. അപ്പം അവിടെയാണ് നമ്മുടെ അക്ലിമേറ്റൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ദിഗ്പോച്ചയിൽ നമ്മൾ അന്ന് അവിടെ വീണ്ടും തങ്ങുകയാണ്, സ്റ്റേ ചെയ്യുന്നത്. വളരെ സുന്ദരമായ കാലാവസ്ഥ നമുക്ക് ആസ്വദിച്ച് മുമ്പോട്ട് ഇങ്ങനെ നീങ്ങാം. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആണ് ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാൻ പോകുന്നത്. ഓക്സിജൻ ഡിഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ആസ്മാക്കാരി വലിക്കുന്നത് മാതിരി. ഏതാണ്ട് ഒരു 4000-4500 മീറ്റർ ഹൈറ്റ് കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ 2 സ്റ്റെപ്പ് 4 സ്റ്റെപ്പ് വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും. നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് 3 അല്ലെങ്കിൽ 4 കിലോമീറ്റർ മാന്യമായ രീതിയിൽ നടന്നു പോകാം. ഈ ഒരു 4 കിലോമീറ്റർ നടക്കണമെങ്കിൽ 3 മണിക്കൂർ എടുക്കുമെന്ന് കൂട്ടിക്കണം. നമുക്ക് ആവറേജ് ഒരു ദിവസം 8 മുതൽ 12 കിലോമീറ്ററാണ് ഒരു ദിവസം നടക്കേണ്ടത്. എങ്ങനെ പോയാലും നമ്മൾ അതിന് 8 മുതൽ 12 മണിക്കൂർ തന്നെ നമ്മളെടുക്കും റെസ്റ്റ് എടുത്ത് പോകുമ്പോൾ. അടുത്ത ദിവസം നമ്മൾ ദിങ്പോച്ചയിൽ നിന്ന് ലൊബോച്ചെ എന്ന മറ്റൊരു ഗ്രാമത്തിലേക്കാണ് നമുക്ക് യാത്ര തിരിക്കേണ്ടത്. നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞ് രാവിലെ 7 മണിയോടുകൂടി നമ്മളുടെ യാത്രകളെല്ലാം പൊതുവെ 6:30 അല്ലെങ്കിൽ 7 മണിയോടുകൂടി നമ്മൾ തിരിക്കും. മറ്റൊന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഓരോ ക്യാമ്പിൽ വരുമ്പോഴും നമ്മൾക്ക് വെള്ളത്തിന് സ്വാഭാവികം താഴെ 100 രൂപ കൊടുത്താൽ മതിയെങ്കിൽ അടുത്ത ക്യാമ്പിൽ വരുമ്പോൾ അത് 150 രൂപയിലേക്ക് മാറും. പിന്നെ അത് 200 ആയി, 250 ആയി,
300. നമ്മൾ ലാസ്റ്റൊക്കെ ചെല്ലുമ്പോൾ 500-700 രൂപയൊക്കെ കൊടുക്കണം. ഒരു ബോട്ടിൽ വെള്ളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ 150 രൂപയാണ്. അതുപോലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം നമുക്ക് കിട്ടണമെങ്കിൽ 100 രൂപ, 150 രൂപ നമ്മൾ കൊടുക്കണം. മറ്റൊന്ന്, നമുക്ക് പുറപ്പെട്ട് ലുക്ലായിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട് നംചെ ബജാറിൽ എത്തിക്കഴിയുമ്പം 2 ദിവസം കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് 700 രൂപ കൊടുത്താൽ ചൂടുവെള്ളത്തിൽ കുളിക്കാം. അവിടെ നമുക്ക് കുളിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കുളിക്കാൻ പറ്റുകയുള്ളൂ. അതായത് 9 ദിവസത്തെ യാത്ര കഴിഞ്ഞതിന് ശേഷം. കാരണം വെളിയിലെ ടെമ്പറേച്ചർ എപ്പോഴും -15, -20 ഇതൊക്കെയായിരിക്കും. നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് അഡ്വൈസബിളാണ്, നിങ്ങൾ കുളിക്കരുതെന്നായിരിക്കും നമ്മളുടെ ഗൈഡുകൾ പറഞ്ഞിരിക്കുന്നത്. ഡ്രസ്സ് ഊരുക അങ്ങനെയുള്ള യാതൊന്നും. മറ്റ് യാത്രയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ആസ്മ മാതിരി പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ സ്വാഭാവികമായും വളരെ സ്ലോവിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും നമുക്ക് ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്ര പൂർത്തിയാക്കാൻ പറ്റും. അടുത്തത് നമ്മൾ ദിങ്പോച്ച് വെച്ചിട്ട് ലബോച്ചയുടെ ഞാൻ പറഞ്ഞു. ദബോച്ചെ എന്ന് പറയുന്നത് ഏതാണ്ട് 4900 മീറ്ററാണ്. അതായത് ഒരു 16500 അടി ഉയരത്തിലായിരിക്കും അത്. അന്ന് നമ്മൾ എത്തണമെങ്കിൽ ഏകദേശം 11-12 കിലോമീറ്റർ 8 മുതൽ 10 മണിക്കൂർ യാത്ര ചെയ്യണം. നിങ്ങൾ ഈ സീനിൽ കാണുന്നുണ്ടായിരിക്കും. രാവിലെ 6 മണി ആയപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ കണ്ട അവസ്ഥ ഇതാണ്. സ്നോഫോൾ തുടങ്ങി. ഇതിൽ കൂടെ വേണം നമുക്ക് നടന്നു പോകാൻ. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ 8 പേരായിരുന്നു. അപ്പം 6 പേര് യൂറോപ്യൻസും 1 മലേഷ്യൻ സെറ്റിലൊരു ഒരാളുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ളത്. അപ്പം ഞങ്ങൾ ഈ മഞ്ഞിലാണെങ്കിൽ തന്നെ യാത്ര വളരെ എൻജോയ് ചെയ്ത് തന്നെയാണ് പോയത്. കണ്ടോ, സ്നോഫോൾ എല്ലായിടത്തുമായി നല്ല രീതിയിൽ. പിന്നെ നമ്മളുടെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് യാക്കിലായിരിക്കും. അല്ലെ പിന്നെ പോർട്ടർ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് യാത്രയിൽ 10 കിലോ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതുകൊണ്ട് രാവിലെ നൈറ്റിൽ സ്നോഫോൾ ആയതിനു ശേഷം അവിടുത്തെ കാഴ്ചകളാണിതൊക്കെ. വളരെ മനോഹരമായ കാഴ്ചയാണിത്. ഇതും കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ യാത്ര തുടരാനിതിങ്ങനെ. രാത്രി മുഴുവൻ സ്നോഫോൾ ഉണ്ടായതിനു ശേഷം ഹോട്ടലിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ഓക്കെ, ഇതിൽ നമ്മൾ യാത്ര രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിങ്ങനെ തുടങ്ങി. വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. ബിക്കോസ് എന്താ ഏത് സമയത്തും സ്ലിപ്പറിയാണ്, തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ നോക്കി വേണം നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കാൻ ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ. അപ്പോൾ ലഗേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 10 കിലോ ഒരാൾക്ക് കൊണ്ടുപോകാം. അത് നമുക്ക് പോർട്ടർ കാണും നമ്മുടെ കൂടെ. ഒരു പോർട്ടർ 2 പേരുടെ ലഗേജ് അദ്ദേഹം ചുമന്നുകൊണ്ട് പോകും. അപ്പോൾ 20 കിലോ വരെ അദ്ദേഹം എടുക്കുകയുള്ളൂ. അപ്പം അതിന് നമ്മൾ ടിപ്സ് എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. അത് വേറെ പ്രശ്നമൊന്നുള്ള കാര്യമല്ല. നമുക്ക് നമ്മുടേതായ അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് യാത്ര ചെയ്യാൻ. കാരണം നമുക്ക് ഈ ആൾട്ടിറ്റ്യൂഡ് കൂടുന്ന പ്രദേശങ്ങളിൽ നമുക്ക് ലഗേജ് എടുത്ത് ഇത്രയും വെയിറ്റ് എടുത്ത് നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പറഞ്ഞു കേട്ടില്ല, ലെസ് ലഗേജ് മോർ കംഫർട്ട്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യമുള്ള നമുക്ക് വേണ്ട ഫ്രൂട്ട്സ്, 1 ലിറ്റർ വെള്ളം, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാവരുടെയും കയ്യിൽ കാണും. കാരണം നമ്മൾ ഒരു 6-7 ദിവസം കഴിയണമെന്നുണ്ട്. എന്തൊക്കെ ഫുഡ് അവിടെ കിട്ടുമെന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ പൊതുവേ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ച് മാത്രമായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ഇത് കണ്ടോ, സ്നോഫോൾ ആയതിനു ശേഷം ഇത്തെ അവസ്ഥയാണിത്. അപ്പം സ്നോഫോൾ കൂടുകയാകുമ്പോൾ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കും. എന്നിട്ടാണ് ഈ യാത്ര വീണ്ടും നമ്മൾ തുടരുന്നത്. ഇതുകൊണ്ട് അത്ര വളരെ സുന്ദരമായ കാലാവസ്ഥയാണ്. ഇങ്ങനെയുള്ള വഴിയാണ് നമുക്ക് മുമ്പോട്ട് പോകേണ്ടത്. ഓരോ വഴി റൂട്ടുകളും തരണം ചെയ്യാൻ നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക, കാലാവസ്ഥ ആസ്വദിക്കുക. നമ്മൾ കുറച്ച് ദൂരം കണ്ടിന്യൂ നടക്കാതെ കുറച്ച് ദൂരം നടക്കുക, എന്നിട്ട് എവിടെയെങ്കിലും നിൽക്കുക, ഇരിക്കില്ല. ഈ തണുപ്പത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ ശരീരത്തിനെ അത് ബാധിക്കും. നമ്മൾ കുറേശ്ശെ നടക്കും, കുറച്ച് നേരം നിൽക്കും, റെസ്റ്റ് എടുക്കും, വീണ്ടും മുമ്പോട്ട് പോകും. യാത്ര ഇങ്ങനെ എൻജോയ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്.
നമ്മൾ യാത്ര പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എവിടെയെങ്കിലും ചെറിയ കഫ്റ്റേറിയ മാതിരിയൊക്കെ ഉണ്ട് നമുക്ക് ലഞ്ച് കഴിക്കാനുള്ളതും അതൊക്കെ. നമ്മൾ ടൂർ പാക്കേജ് നമുക്ക് കാഠ്മണ്ഡു ടു കാഠ്മണ്ഡു 80,000 ഇന്ത്യൻ റുപ്പീസ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് 3 നേരത്തെ നമ്മുടെ ഫുഡ്, 3 ചായ, പിന്നെ നമുക്ക് കിടക്കാനുള്ള റൂംസ്, ഇത്രയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അഡീഷണലായിട്ട് എന്തൊക്കെ വേണം അതൊക്കെ നമ്മളുടെ ചിലവിൽ വരും. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 2,000 to 3,000 റുപ്പീസ് പെർ ഡേ നമ്മുടെ എക്സ്ട്രാ ചിലവിന് വേണ്ടി വരും. എക്സ്ട്രാ ചിലവെന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം, വെള്ളം, പിന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ്, ഇനി അഡീഷണൽ സൂപ്പ് വല്ലതും കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇതിനൊക്കെയാണ് അഡീഷണൽ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് അടുത്തത് നമുക്ക് ലബോച്ചയിൽ നിന്നും എത്തേണ്ടത് ഗോരഖ്ഷേപ്പ് ആണ്. ഗോരഖ്ഷേപ്പിൽ ചെന്നതിന് ശേഷമാണ് അവിടുന്ന് നമുക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകാൻ. അപ്പോൾ ഗോരഖ്ഷേപ്പാണ് നമ്മുടെ ലാസ്റ്റ് ക്യാമ്പെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഗോരഖ്ഷേപ്പ് ഏതാണ്ട് 5200 മീറ്റർ ഹൈറ്റിലാണ്. അപ്പം ഏതാണ്ട് ഒരു 17,000 അടി ഹൈറ്റ് മേലെ വരും ഗോരഖ്ഷേപ്പ് എന്ന് പറയുന്നത്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 5350, അതായത് 18,000 ഫീറ്റിലാണ് EBC സ്ഥലിക്കുന്നത്. പിന്നെ അതിൽ EBC 1 ഉണ്ട്, EBC 2 ഉണ്ട്, EBC 3, EBC 4 പിന്നെയാണ് സബ്മിറ്റ് വരുന്നത്. അപ്പം ബേസ് ക്യാമ്പാണ് ഏതാണ്ട് ഒരു 5350 വരുന്നത്. കാലാപത്ര എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 5850, അതായത് 21,000 ഫീറ്റ് ഹൈറ്റിലായിരിക്കും കാലാപത്ര. ഓക്കെ, നമ്മൾ പല ടീമും ഇതുപോലെ പല ഏരിയയിൽ നിന്നുള്ള ടീമുകളുണ്ട്. പലരുമായിട്ട് ഇതിങ്ങനെ പോകുന്നു. അതിനിടയ്ക്ക് വളരെ ഭീകരമായ ചില കാഴ്ചകളൊക്കെ നമുക്ക് കാണേണ്ടി വരും. ഇതൊക്കെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശവകുടീരങ്ങൾ എന്ന് പറയും. അതായത് എവറസ്റ്റ് കയറുന്നതിനും ഇറങ്ങി വരുന്നതിനും ഇടയ്ക്ക് മരണം സംഭവിച്ച ജനങ്ങൾ കാണും. ഒത്തിരി പേർ ഇന്ത്യയിൽ നിന്നുള്ള പലരുടെയും നമ്മൾ ശവകുടീരങ്ങൾ കണ്ടു. അതെങ്ങനെയോ അവിടെ എത്തിക്കും അവരവിടെ. അപ്പോൾ എത്താൻ പെടാത്ത പല ബോഡികളും അവിടെ കാണാം. അപ്പം മഞ്ഞിനകത്തത് മൂടിക്കിടക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ നല്ല പ്രഷറും അതുപോലെ പണവും കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഒരു ബോഡി ഈ എവറസ്റ്റ് സമ്മിറ്റിൽ നിന്നോ അല്ല ക്യാമ്പ് 3യിൽ നിന്നോ 4ൽ നിന്നോ ഒക്കെ നമുക്കവിടെ എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബോഡി എത്തിക്കണമെങ്കിൽ നല്ല ചിലവ്, അതിൻ്റെ ചിലവ് ഇതുണ്ട്. ഇതൊക്കെ ഒരു ശവകുടീരങ്ങളാണ്. ഇത് മുഴുവൻ പല രാജ്യങ്ങളിൽ നിന്നും മരിച്ച് ആൾക്കാർ എവറസ്റ്റിൽ പോയി തിരിച്ചു വന്നവരോ പോകാൻ പോകുന്നവരോ ആ ജനങ്ങൾ മരിച്ച, നമ്മുടെ നാട്ടിൽ പറയില്ല ശവക്കോട്ട എന്നുള്ള ശവകുടീരമാണിത്. 100 കണക്കിന് 1000 ബോഡി ഇവിടെ അവിടെ കൊണ്ടുപോയി ദഫൻ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ. കാരണം കഴിഞ്ഞ വർഷം ഒരു വെസ്റ്റ് ബംഗാൾ പോലീസിലൊരു ഇൻസ്പെക്ടർ യാത്ര ചെയ്തു. അത് മുഴുവൻ എത്തിയില്ല. ക്യാമ്പ് 3 വരെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. ഒരു വർഷം വരെ അദ്ദേഹത്തിൻ്റെ ബോഡി അവിടെ കിടന്നു. പിന്നെ ഗവൺമെൻറ് ഇടപെട്ട് സെൻട്രൽ ഗവൺമെൻറ് അവരുമായിട്ട് സംസാരിച്ച് അവർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തതിന് ശേഷമാണ് റീസെൻ്റ്ലി ഒരു ബോഡി അവിടുന്ന് താഴെ എത്തിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഒരു മറ്റങ്ങനെ പലരുടെയും നമ്മൾ ശവകുടീരങ്ങൾ അതിൽ കണ്ടു. അപ്പം റീസെൻ്റ്ലി മരിച്ച 2022 ഒരു മരിച്ച ഒരു ലേഡി 52 വയസ്സുള്ള നാഗ്പൂർകാരിയാണ്. അവരുടെയും ഒരു ശവകുടീരം നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഒരു ബോഡി നമുക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളത് ചില്ലറ കാര്യങ്ങളല്ല. അപ്പോൾ നമ്മളൊരു ഏകദേശം ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇതാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ ഒരു തുടക്കമാണിത്. ഇത് കണ്ടോ, ഇതാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ ഒരു തുടക്കം. ഇങ്ങനെ പല മലകൾ ആയി ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് എവറസ്റ്റ്. ഇത് നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിന് അടുത്തുള്ള പ്രദേശങ്ങളാണ്. എത്താറായി നമ്മൾ, കാരണം ആ ഒരു യാത്രയിലാണ് നമ്മൾ. ഇത് എവറസ്റ്റ് നമ്മൾ ദൂരെ കണ്ടോ, അതാണ് എവറസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് എവറസ്റ്റ്. നമ്മൾ ഇത്രയും ദിവസമായി നമ്മൾ പ്രതീക്ഷിച്ച് എത്താൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് ഏകദേശം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതാണ് എവറസ്റ്റ്. എവറസ്റ്റ് എന്ന് പറയുന്നത്, എവറസ്റ്റിൻ്റെ ഹൈറ്റ് 8848. നമ്മളെ 5500 മീറ്റർ വരെ എത്തുന്നുണ്ട്. അപ്പം പിന്നെ അവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററും കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവറസ്റ്റിലെത്താം.
ഇപ്പം എവറസ്റ്റിലെത്തുന്നത് അത്ര ഈസി അല്ല, അതിൻ്റെ ചിലവുകൾ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറയാം, ഏകദേശം 45 ലക്ഷം മുതൽ 60 ലക്ഷം രൂപയാണ് ആ രജിസ്ട്രേഷൻ ഫീസ്. ഇന്ത്യൻ ഫീസിലാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, 45 ലക്ഷം മുതൽ 60 ലക്ഷം രൂപ. അതിൽ ഏതാണ്ട് പകുതി ക്യാഷ് ഗവൺമെൻറ്റിന് നമ്മൾ അടയ്ക്കേണ്ടതാണ്, ബാക്കി പകുതി പൈസയാണ് ടൂർ ഓപ്പറേറ്റേഴ്സ് ടീം. അപ്പോൾ എവറസ്റ്റ് നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ നമ്മളുടെ കൂടെ ഒരു ഗൈഡ്, നമുക്കായിട്ട് ഒരു ഗൈഡും 2 പോർട്ടറും കാണും. മറ്റൊന്ന് ചെറിയ ഒരു മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതാണ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. മനുഷ്യൻ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ദൂരം 6500 മീറ്ററാണ്. 6500 മീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഏതാണ്ട് ഒരു 21,000 അടി ഹൈറ്റിലെത്തും. അപ്പം ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ഇത് 4.5 കിലോമീറ്റർ കഴിയുമ്പോഴേ നമ്മൾ ഓക്സിജൻ വലിക്കാൻ തുടങ്ങും. വലിച്ച് ഓക്സിജൻ എടുത്താണ് നമ്മൾ പോകുന്നത്. ഇത് എവറസ്റ്റിന് തൊട്ട് താഴെയുള്ള പ്രദേശമാണ്, കണ്ടല്ലോ. എവറസ്റ്റിന് തൊട്ട് അടിഭാഗമാണ്. ക്യാമ്പ് 1 നമ്മൾ ഇതിലെയാണ് പോകുന്നത്. കുറച്ച് മുമ്പോട്ട് ഞാൻ കാണിച്ചു തരാതെ ക്യാമ്പ് 1 എങ്ങനെ പോയെന്നുള്ളത്. അപ്പോൾ ഇത്രയും ക്യാഷ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം 2 വർഷം മുമ്പ്. ഇതിന് ശേഷം മാത്രമേ നമുക്ക് പെർമിഷൻ കിട്ടുകയുള്ളൂ. പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് യാത്ര പുറപ്പെടാം. ഫിസിക്കൽ ഫിറ്റ്നസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അതില്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ അവർ നമ്മളെ സമ്മതിക്കില്ല, നമ്മളെ അങ്ങോട്ട് വിടില്ല. ഇതാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പരിധപ്പെട്ട യാത്രക്കാരെല്ലാം ഇവിടെ കൊണ്ട് നിൽക്കും. അപ്പോൾ ഇത്രയും പണം നമുക്ക് ചിലവാക്കിയാൽ തീർച്ചയായും നമുക്ക് എവറസ്റ്റിലെത്താം. 45 to 60 lakh rupees എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 1 CR ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം എന്ന് ചുരുക്കം. ഓക്കെ, പിന്നെ ഇങ്ങനെയൊരു യാത്ര വരാൻ എൻ്റെ കൂടെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അടുത്ത വർഷം ഫെബ്രുവരി മാർച്ചിൽ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ കൂടെ 1-2 പേരുടെ ഉണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. 80,000 രൂപയാണ് കാഠ്മണ്ഡു ടു കാഠ്മണ്ഡു നിങ്ങളുടെ ഫുഡ്, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കൂടെ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ശവകുടീരം എന്നുള്ള പലരുടെയും മരിച്ച സ്ഥലങ്ങളും അവരുടെ നെയിം പ്ലേറ്റും എല്ലാം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. പല നാട്ടുകാരുടെ എഴുതി വച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇത് കണ്ടോ ഇതിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ഒന്നും കൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ എടുത്തതാണ്. ഈ ശവകുടീരങ്ങളെല്ലാം കൂടിയ ഇത് നമ്മൾ കണ്ടിരിക്കേണ്ടതാണ്. ആയിരക്കണക്കിന് 10,000കണക്കിന് ജനങ്ങൾ ഇത് കണ്ടോ. ഇതൊക്കെയാണ് നമുക്ക് ഇതുണ്ടോ, ഓരോരുത്തരുടെ ഇതെല്ലാം ഓരോ ശവകുടീരങ്ങളാണ്. എത്രയോ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു വന്നവരും സാധിക്കാൻ പോയവരും എല്ലാം കൂടി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 വർഷത്തെ ആയിട്ടുള്ള എൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹമായിരുന്നു എവറസ്റ്റ് ബേസ് ക്യാമ്പ് എത്തുക, പറ്റുമെങ്കിൽ ക്യാമ്പ് 1 വരെ എത്തുക എന്നുള്ളത്. അത് എനിക്ക് സാധിക്കാൻ പറ്റി. എൻ്റെ കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും ഫുൾ സപ്പോർട്ടോടുകൂടിയാണ് ഞാനിതിന് യാത്രയ്ക്ക് പുറപ്പെട്ടത്. എനിക്കിത് ചെയ്യാൻ പറ്റി. ഞാൻ അതിൽ വളരെ സന്തോഷവാനാണ്. അതുപോലെ ഇനിയും ടൂർ വരണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക. 80,000 കാഠ്മണ്ഡു ടു കാഠ്മണ്ഡു നിങ്ങളുടെ ഫുഡ്, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം. പിന്നെ അഡീഷണൽ വരുന്ന ചാർജുകൾ അത് നിങ്ങൾ ചെയ്യണം. പിന്നെ തണുപ്പിനുള്ള നമ്മൾ -20, 25 വരെ പ്രതിരോധിക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മളുടെ കയ്യിൽ വേണം. അതില്ല എങ്കിൽ നമുക്ക് കാഠ്മണ്ഡുവിൽ നിന്ന് ലോക്കൽ പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 25-30 നമുക്ക് കൊച്ചിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് പോകാൻ സാധിക്കും. ഏകദേശം ഒരു 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഒരു യാത്ര നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ തിരിച്ച് വരുന്ന ഓരോ വഴികളാണ്. തിരിച്ച് നമ്മൾ വീണ്ടും ഇത് നാംചെ ബജാർ എന്ന് പറയും. നാംചെ ബജാർ എത്തി. നാംചെ ബജാർ എന്ന് പറയുന്നത് ഏതാണ്ട് 3500 അടിയോളം ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്നാൽ നമുക്ക് കുളിക്കണമെന്നുണ്ടെങ്കിൽ 700-800 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാൻ പറ്റും. ചൂടുവെള്ളം കിട്ടും. ഇതാണതും. അവിടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് യാത്ര തിരിക്കുകയാണ്. നമുക്ക് ലുക്ലായിലെത്തണം. തിരിച്ച് ലുക്ലായിലെത്തിയാൽ മാത്രമേ ലുക്ലായിൽ നിന്ന് നമുക്ക് കാഠ്മണ്ഡുവിലേക്ക് ഫ്ലൈറ്റ് കിട്ടുകയുള്ളൂ. ഈ വഴിക്കൊന്നും ഒരു വാഹനങ്ങളുമില്ല, യാക്ക് മാത്രമേ ഉള്ളൂ, എന്തിനും ഏതിനും മാത്രം. ഇനി അതുമല്ല, ഇൻ കേസ് ഓഫ് എനി എമർജൻസി നമുക്ക് ഹെലികോപ്റ്റർ റെസ്ക്യൂ ഓപ്പറേഷൻ അവർ സാധ്യമാക്കി തരുന്നതാണ്. അതിന് നമ്മൾ 12,000 rupees കൊടുത്ത് നമ്മൾ ഇൻഷുറൻസ്, അത് മസ്റ്റാണ്. EBC യാത്രയ്ക്ക് മുമ്പ് നമ്മൾ ഇൻഷുറൻസ്
എടുത്തിരിക്കണം. 12,000 റുപ്പീസാണ്. അപ്പോൾ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് റെസ്ക്യൂ അവർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത്രയുമാണ് ചെറിയ എൻ്റെ ഒരു യാത്രാ വിവരണം മാതിരി നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത്. ഓക്കെ, എൻ്റെ പേര് സജീവ് പിള്ള, മുണ്ടക്കയത്താണ് താമസം. ഞാനൊരു ഐറിൻ ടൂർസ് ആൻഡ് ട്രാവൽസ് മുണ്ടക്കയം ടൗണിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നടത്തുന്നു. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ യാത്രയ്ക്ക് തീർച്ചയായും എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. എൻ്റെ മൊബൈൽ നമ്പർ 9947347970. ഇതാണ് ലുക്ല എയർപോർട്ട്. നമ്മൾ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഇവിടുന്ന് 30 മിനിറ്റ് യാത്രയാണ് കാഠ്മണ്ഡുവിലേക്കുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഒരു വീഡിയോ കണ്ടതിൽ.